രക്തത്തിൽ എഴുതപ്പെട്ട ആ ജീവിതം അവൾ പിന്നിൽ ഉപേക്ഷിച്ചു. ശാന്തി മാത്രം തേടി അവൾ അപ്രത്യക്ഷമായി. പക്ഷെ അവൾ അറിയാതെ തന്നെ ഒരു പുരാതന രഹസ്യം അവളുടെ വിധിയോട് ചേർന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നടന്നു ചെന്നൊരു ബുദ്ധ സന്യാസി ബോധിധർമ്മൻ, പിന്നീട് ഷാവലിൻ കുങ്ഫുവിന്റെ സ്ഥാപകനായി ലോകമറിയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു വിശ്വാസം ജനിച്ചു. മമ്മിഫൈ ചെയ്ത അദ്ദേഹത്തിന്റെ ശരീരത്തിന് സാധാരണ മനുഷ്യർക്ക് അതീതമായ ശക്തിയുണ്ടെന്ന്. പറയപ്പെടുന്നത് ഈ ശരീരം ഏത് മുറിവ് സുഖപ്പെടുത്തുവാനും തകർന്ന ശരീരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും പ്രായം പോലും പിന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നാണ്. ഇത് അധോലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തുവായി മാറുന്നു. ഈ ശരീരം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു ഭാഗം സർക്കാരിന്റെ കർശന സംരക്ഷണത്തിൽ, മറ്റേ ഭാഗം ഇന്നും ആരും അറിയാത്തിടത്ത്. ഈ മറഞ്ഞിരിക്കുന്ന ശക്തി സ്വന്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സംഘടന, നിഴലുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ. അവരുടെ പേര് ഡാർക്ക് സ്റ്റോൺ. ആയോധന കലയിൽ ഉയർന്ന പരിശീലനം നേടിയ കൊലയാളികളടങ്ങിയ ഒരു സംഘം. എതിർത്തു നിൽക്കുന്നവരെ ഇല്ലാതാക്കുക, അതാണ് അവരുടെ നിയമം. സർക്കാരിന്റെ കൈവശമുള്ള അവശിഷ്ടം മോഷ്ടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഡാർക്ക് സ്റ്റോൺ അതിനെ ബലം പ്രയോഗിച്ച് സ്വന്തമാക്കാൻ തീരുമാനിക്കുന്നു. ഒരു രാത്രിയിൽ പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നു. ആക്രമണത്തിനിടെ അദ്ദേഹത്തിന്റെ മകൻ റൺഫെങ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഡാർക്ക് സ്റ്റോൺ കൊലയാളികൾ അവനെ നഗരത്തിലൂടെ പിന്തുടരുന്നു. ഒടുവിൽ ഒരു പാലത്തിൽ വെച്ച് ഏറ്റുമുട്ടും. വാളുകൾ തമ്മിൽ ഉരസുന്നു. റൺഫെങ് കൊല്ലപ്പെടുന്നു. അവന്റെ ശരീരം താഴേക്ക് വീഴുന്നു. ദൗത്യം പൂർത്തിയായതായി ഡാർക്ക് സ്റ്റോൺ വിശ്വസിക്കുന്നു. ഈ ദൗത്യം നിർവഹിച്ചത് അവരുടെ ഏറ്റവും മികച്ച കൊലയാളിയായിരുന്നു. അവളുടെ പേര് ഡ്രിസിൽ. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത കൊലയാളി. വാൾ കയ്യിലെടുത്താൽ എതിർത്ത് നിൽക്കാൻ ആർക്കും ധൈര്യമുണ്ടായിട്ടില്ല. ഡാർക്ക് സ്റ്റോണിന്റെ നേതാവായ വീൽ കിങ് തന്നെയാണ് അവളെ പരിശീലിപ്പിച്ചത്. അവന്റെ ആജ്ഞകൾ അവൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ബോധിധർമ്മന്റെ അവശിഷ്ടങ്ങളുമായി ഡ്രിസിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇനി താൻ അജയനാണെന്ന വിശ്വാസത്തിൽ. യാത്രക്കിടെ അവൾ വിസ്ഡം എന്ന സന്യാസിയെ കണ്ടുമുട്ടുന്നു. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ വിസ്ഡം അവളെ വെല്ലുവിളിക്കുന്നു. ഒരു ചെറിയ പോരാട്ടം. ഡ്രിസിൽ ഞെട്ടുന്നു. വിസ്ഡം വളരെ എളുപ്പത്തിൽ അവളെ തോൽപ്പിക്കുന്നു. അവളുടെ വാൾപ്പയറ്റ് രീതിയിൽ 4 ഗുരുതര പിഴവുകളുണ്ടെന്ന് അവൻ തുറന്നു പറയുന്നു. ഈ പിഴവുകൾ മനസ്സിലാക്കുന്നവർക്ക് അവളെ തോൽപ്പിക്കാനാകുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. അവളോട് കൊലയാളി ജീവിതം ഉപേക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്നു. ഈ വാക്കുകൾ ഡ്രിസിലിനെ ആഴത്തിൽ ബാധിക്കുന്നു. 3 മാസം അവർ ഒരുമിച്ച് യാത്ര ചെയ്യും. ആദ്യമായിട്ടാണ് ഡ്രിസിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു പരിശീലനത്തിനിടെ ഡ്രിസിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. വിസ്ഡം കൊല്ലപ്പെടുന്നു. ഈ സംഭവം അവളെ പൂർണ്ണമായി തകർക്കുന്നു. വിസ്ഡത്തിന്റെ മരണത്തിന് ശേഷം ഡ്രിസിൽ തന്റെ പഴയ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഡാർക്ക് സ്റ്റോൺ തന്നെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്കറിയാം. അവൾ മുഖം മാറുന്ന ശാസ്ത്രക്രിയക്ക് വിധേയമാകുന്നു. അങ്ങനെ ഡ്രിസിൽ സെങ്ജിങ് ആകുന്നു. ഒരു ചെറിയ തുണിക്കട നടത്തുന്ന സാധാരണ ജീവിതം നയിക്കുന്ന സ്ത്രീ. അവൾ ആഷങ് എന്ന യുവാവിനെ പരിചയപ്പെടുന്നു. ലളിതനായ മനുഷ്യൻ. അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും ചോദ്യം ചെയ്യാത്തവൻ. ക്രമേണ അവരുടെ ബന്ധം വളരുന്നു. അവർ വിവാഹിതരാകുന്നു. സെങ്ജിങ് കരുതുന്നു തന്റെ ഭൂതകാലം ഇനി തന്നെ തേടി വരില്ല. പക്ഷെ വിധി മറിച്ചായിരുന്നു. ഒരു ദിവസം സെങ്ജിങ് ബാങ്കിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു കവർച്ച നടക്കുന്നു. സാഹചര്യം അവളെ ഇടപെടാൻ നിർബന്ധിതയാക്കുന്നു. അവൾ കവർച്ചക്കാരെ നേരിടുന്നു. വളരെ എളുപ്പത്തിൽ അവരെ കീഴ്പ്പെടുത്തുന്നു. ഈ സംഭവം പുറത്തറിയപ്പെടുന്നു. വാർത്ത ഡാർക്ക് സ്റ്റോണിലെത്തുന്നു. ഡാർക്ക് സ്റ്റോൺ കവർച്ചക്കാരുടെ നേതാവിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നു. ബാങ്കിൽ അവൻ എങ്ങനെ സെങ്ജിങ്ങിനോട് പരാജയപ്പെട്ടുവെന്ന് വിശദീകരിക്കുന്നു. വാൾ കൈകാര്യം ചെയ്ത രീതി കേട്ടപ്പോൾ തന്നെ വീൽ കിങ് തിരിച്ചറിയുന്നു. ഇത് സെങ്ജിങ് അല്ല, മറിച്ച് ഡ്രിസിലാണ്. ഡാർക്ക് സ്റ്റോൺ അവളെ കണ്ടെത്തുന്നു. ബോധിധർമ്മന്റെ അവശിഷ്ടങ്ങൾക്കായി അവർ വീണ്ടും വരുമെന്ന് സെങ്ജിങ് മനസ്സിലാക്കുന്നു. ആഷങ്ങിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ അവൾ ഒരു പ്രഷർ പോയിന്റ് വിദ്യ ഉപയോഗിച്ച് അവനെ ആഴത്തിലുള്ള ഉറക്കത്തിലാക്കുന്നു. തുടർന്ന് അവൾ ഒറ്റയ്ക്ക് അവരുടെ വരവിനായി കാത്തിരിക്കുന്നു. വീൽ കിങ് 3 കൊലയാളികളുമായി എത്തുന്നു. ലെയ്ബിൻ, മജീഷ്യൻ, ടർക്കോയ്സ്. സെങ്ജിങ് സാധാരണ ജീവിതം വേണമെന്ന് അപേക്ഷിക്കുന്നു. വീൽ കിങ് ഒരു കരാർ വാഗ്ദാനം ചെയ്യുന്നു. അവളുടെ കൈവശമുള്ള അവശിഷ്ട ഭാഗം തിരികെ നൽകുകയും മറ്റേ ഭാഗം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്താൽ അവളെയും ഭർത്താവിനെയും ജീവനോടെ വിടാമെന്ന് അവൻ പറയുന്നു. അവൾ കരാർ അംഗീകരിക്കുന്നു. സെങ്ജിങ് മറ്റേ ഭാഗം കണ്ടെത്താൻ സഹായിക്കുന്നു. അവളുടെ കൈവശമുള്ള ഭാഗവും ചേർത്ത് 2 ഭാഗങ്ങളും ഡാർക്ക് സ്റ്റോണിന് കൈമാറുന്നു. കരാർ പാലിക്കുമെന്ന പ്രതീക്ഷയിൽ അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡാർക്ക് സ്റ്റോണിനുള്ളിൽ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു. കൊലയാളികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. മജീഷ്യൻ കൊല്ലപ്പെടുന്നു. സെങ്ജിങ് സമാധാനത്തോടെ പോകാൻ ശ്രമിച്ചപ്പോൾ ബാക്കിയുള്ള കൊലയാളികൾ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവൾ അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുന്നു. അപ്പോഴാണ് വീൽ കിങ് ഇടപെടുന്നത്. അവൻ പറയുന്നു, അവളെ തോൽപ്പിക്കാൻ കഴിയുക തനിക്ക് മാത്രമാണെന്ന്. കാരണം അവളെ ഈ പ്രത്യേക വാൾപ്പയറ്റൽ രീതി പഠിപ്പിച്ചത് താനാണ്. അതുപോലെ തന്നെ അതിലെ 4 പിഴവുകൾ പഠിപ്പിച്ചതും താനാണ്.
അവർ തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ് സെങ്ജിങ് രക്ഷപ്പെടുന്നു. അവൾ വീട്ടിലെത്തി ആഷങ്ങിന് സമീപത്ത് തളർന്നു വീഴുന്നു. ലെയ്ബിനും ടർക്കോയിസും അവളെ പിന്തുടർന്ന് വീട്ടിലെത്തുന്നു. അവിടെ അവരെ തടയുന്നത് ആഷങ്ങാണ്. അവൻ സെൻസി വാളുകൾ എടുത്ത് പോരാടുന്നു. അസാധാരണമായ വാൾപ്പയറ്റൽ കഴിവാണ് അവൻ കാണിക്കുന്നത്. ലെയ്ബിൻ ധരിച്ചു നിൽക്കുന്നു. ഈ വാളുകൾ ഇത്ര കൃത്യമായി ഉപയോഗിച്ച ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു, റെൻഫെങ്. ലെയ്ബിൻ വീണ്ടും ആഷങ്ങിനെ നോക്കുന്നു സംശയത്തോടെ. പക്ഷേ റെൻഫെങ് മരിച്ചവനാണ്. റെൻഫെങ്ങിനെ കൊന്നത് ഡ്രിസിലാണ്. അതിന് സാക്ഷിയാണ് താൻ. അപ്പോൾ ഈ ആഷങ് യഥാർത്ഥത്തിൽ ആരാണ്? ഈ സിനിമയുടെ പേര് റെയിൻ ഓഫ് അസാസിൻസ്. ഇത് ഇറങ്ങിയ വർഷം 2010. ഒരു ക്ലാസിക് വൂക്സിയ ആക്ഷൻ ത്രില്ലർ. ഈ ജോണറിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്ന്. ഇത്തരത്തിലുള്ള സിനിമാ സ്റ്റോറി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ.